സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഫൈനലി നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് പോളറൈസേഷൻ കാരണമുള്ള വോളിയം ചാർജ് ഡെൻസിറ്റിയും സർഫേസ് ചാർജ് ഡെൻസിറ്റിയും സിഗ്മയും റോയും നമ്മൾ എന്ത് ചെയ്തു കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ലെക്ചറിൽ ഞാൻ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുകയാണ്. അവിടെ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് കണ്ടിട്ടൊന്നുമില്ല, എങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഹിയർ ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പിയറിൻ്റെ എക്സാമ്പിൾ എടുക്കുന്നത്. റൈറ്റ്, സോ ഹിയർ യു ക്യാൻ സീ എ സ്പിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ. ഈ യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയർ കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര? അതാണ് എൻ്റെ എന്തെന്ന ചോദ്യം. ഓക്കെ, സോ ആദ്യം അതിൽ രണ്ട് കേസായിട്ട് നമുക്ക് കാണാം. ഈ യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയർ കാരണം ആ സ്പിയറിന് പുറമെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര, അതുപോലെ ഈ സ്പിയറിൻ്റെ ഇൻസൈഡുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര. ഓക്കെ, സോ അത് നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ സ്പിയർ ആണ്. സോ ഫിഗറിൽ തന്നിരിക്കുന്നത് ഒരു യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയർ ആണ്. ശ്രദ്ധിക്കുക, ചാർജ്ഡ് എന്നല്ല പറയുന്നത്, പോളറൈസ്ഡ് സ്പിയർ ആണ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് കാണാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പ്രത്യേകം ഓർമ്മിക്കാൻ പറഞ്ഞ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് അത് അവിടെ തന്നിരിക്കുന്നത്. എന്താ ഇക്വേഷൻ? V = 1/4πε0 വോളിയം ഇൻ്റഗ്രൽ P ഡോട്ട് R ക്യാപ് ബൈ R സ്ക്വയർ ഡി ടോ. ശ്രദ്ധിക്കണം, P പോളറൈസേഷനാണ്. ഇവിടെ ഞാൻ ഈ പൊട്ടൻഷ്യൽ V ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ സ്പിയറിന് പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. സോ ആ പൊട്ടൻഷ്യലിനെ എന്ത് വിളിച്ചു? V ഔട്ട് എന്ന് വിളിച്ചു. എടുത്തിരിക്കുന്നത് ഈ സ്മോൾ ലെറ്റർ R ആണ്. കാണാം, ഈ ലെങ്ത്താണ്. സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. അപ്പോൾ എൻ്റെ ഇക്വേഷനിൽ വേറെ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തേണ്ട ആവശ്യമില്ല. സ്മോൾ ആറിൻ്റെ സ്ഥാനത്ത് സ്മോൾ ആറിൻ്റെ കൊടുത്താൽ മതി. ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, നൗ ഈ ഒന്നാമത്തെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്യാം. പോളറൈസേഷൻ യൂണിഫോം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ P ഡോട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇൻ്റഗ്രേഷൻ നടത്തിയ ശേഷം ചെയ്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ P ഡോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻ്റഗ്രേഷന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ എടുത്താൽ കിട്ടുന്ന ഇക്വേഷനാണ് ഏത്? നിങ്ങൾക്ക് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ റെഡ് ബോക്സിലിട്ടിരിക്കുന്നത്. സോ V ഔട്ട് = P ഡോട്ടിന് പുറത്തേക്ക് എടുത്താൽ P ഡോട്ട് 1/4πε0 വോളിയം ഇൻ്റഗ്രൽ R ക്യാപ് ബൈ R സ്ക്വയറിൻ്റെ ഡി ടോ. ഓക്കെ, അതിൽ വേറെ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. പോളറൈസേഷൻ യൂണിഫോം ആയതുകൊണ്ട് Pയെ ഞാൻ എന്ത് ചെയ്തു, ഇൻ്റഗ്രേഷന് പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ സ്ലൈഡ് മാറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ഇക്വേഷൻ 1 ഒന്ന് ശരിക്കും നോക്കുക. ഈ ഇക്വേഷൻ 1ൽ ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവാണ്. ഏത് ഭാഗം എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിലിട്ടിരിക്കുന്ന ഈ ഭാഗത്തിന് പകരം ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവാണ്. അപ്പോൾ ആ ബ്രാക്കറ്റിലിട്ട ഭാഗം ഒന്ന് പ്രത്യേകം ഓർമ്മിച്ചോളൂ. എന്താ ഭാഗം ഒന്ന് ഓർമ്മിച്ചോളെ? 1/4πε0 വോളിയം ഇൻ്റഗ്രൽ R ക്യാപ് ബൈ R സ്ക്വയർ ഇൻറ്റു ഡി ടോ. അതിന് പകരമായിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ നടത്താൻ ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെ നടത്തുന്നറിയുള്ളൂ? നമുക്കറിയാം, ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാം? അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫസ്റ്റ് തന്നെ പഠിച്ചതാണ്. ഗോസ് ലോക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ചെയ്താണ്. ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് = 1/4πε0 വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ ബൈ R സ്ക്വയർ ഇൻറ്റു R ക്യാപ്. അവിടെ റോ എന്നേ എഴുതിയിട്ടുണ്ടാവുള്ളൂ നിങ്ങളവിടെ, പക്ഷേ ഇവിടെ ഞാൻ റോ F എന്ന് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പോളറൈസേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രീ ചാർജിനൊപ്പം തന്നെ പോളറൈസേഷൻ കാരണം ഉണ്ടായിട്ടുള്ള ചാർജ് ഡെൻസിറ്റി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത് ഡിസ്ക്രീറ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റോ F എന്നും ബൗണ്ട് ചാർജ് തന്നെ റോ ബി എന്നൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ റോ F ആണ്, ഫ്രീ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. റൈറ്റ്,
അപ്പോൾ E ഈക്വൽ ടു 1/4πε0 വോളിയം ഇൻ്റഗ്രൽ റോ എഫ് ഡി ടോ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്. മുമ്പത്തെ ക്ലാസ്സുകളിലും ഫസ്റ്റ് ചാപ്റ്ററിലും പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരും. അതുകൊണ്ടാണ് ഈ മുന്ന് പഠിച്ചതെന്ന് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. നിങ്ങൾ അതൊക്കെ പഠിച്ച് വെച്ചാലേ മനസ്സിലാക്കി വെച്ചാൽ മതി. ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ഇക്വേഷനുമില്ല. മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഓരോ സ്ഥലത്തും അത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനാവുള്ളൂ. റൈറ്റ്. ഇപ്പം ഞാൻ ഈ ചുവന്ന ബോക്സിലിട്ടിരിക്കുന്ന ഇക്വേഷനൊക്കെ നമുക്ക് മുമ്പേ അറിയാം. ഒരു കാര്യം, അവിടെ നിങ്ങൾ റോ മാത്രം എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഞാൻ റോ എഫ് ആക്കിയിട്ടുണ്ട്. കാരണം പോളറൈസേഷൻ കാരണമുള്ള ചാർജ് ഡെൻസിറ്റീസും ഉണ്ട്. അത് ഡിസ്ക്രീറ്റ് ആയിട്ട് മനസ്സിലാവണമല്ലോ നമുക്ക്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോ എഫ് എന്ന് കൊടുത്തു. ഓക്കെ. ഇനി ആ ബോക്സിലിട്ട ഇക്വേഷനാണ് ഞാൻ റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾ റോ എഫ് കാണുന്നില്ലേ? റോ എഫ് നിങ്ങൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അങ്ങനെ എന്താവും? E pi rho f ഈക്വൽ ടു 1/4πε0 വോളിയം ഇൻ്റഗ്രൽ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഡി ടോ. ശരിയല്ലേ? അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഓക്കെ. സോ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. E pi rho f ഈക്വൽ ടു 1/4πε0 വോളിയം ഇൻ്റഗ്രൽ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ ഓർമ്മിച്ച് വെക്കാൻ പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു. നമ്മൾ ഇക്വേഷൻ 1ൻ്റെ RHSലെ ബ്രാക്കറ്റിലുണ്ടായിരുന്ന ഭാഗം ഇക്വേഷൻ 1 അതിൽ ബ്രാക്കറ്റിലുള്ള ഭാഗം നോക്ക്. 1/4π ബ്രാക്കറ്റിലുള്ള ഭാഗം മാത്രം. 1/4πε0 വോളിയം ഇൻ്റഗ്രൽ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ. ഇനി നിങ്ങൾ ഇക്വേഷൻ 2 നോക്കൂ. ആ ബ്രാക്കറ്റിലുള്ള ഭാഗമല്ലേ ഇതിൻ്റെ RHS, ശരിയല്ലേ? അപ്പോൾ എനിക്ക് ആ ബ്രാക്കറ്റിലുള്ള ഭാഗത്തിന് പകരം സിംപ്ലി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും? E pi rho f എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും, ശരിയല്ലേ? അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ ഭാഗത്തിന് പകരമാണ് E by rho f സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ V ഔട്ട് ഈക്വൽ ടു P ഡോട്ട് E by rho f എന്നുള്ള ഇക്വേഷൻ കിട്ടും. സോ നമുക്ക് പുതിയൊരു ഇക്വേഷൻ 3 കിട്ടി. V ഈക്വൽ ടു P ഡോട്ട് E by rho f. P ഡോട്ട് ഒരു 1/4πε0 വോളിയം ഇൻ്റഗ്രൽ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഡി ടു ആയിരുന്നു. ആ 1/4πε0 ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഡി ടു എന്ന് പകരം എന്ത് കൊടുത്തു? E by rho f എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ഇക്വേഷൻ 3 നമുക്ക് കിട്ടി. ഓക്കെ. ഇനി എൻ്റെ ഉദ്ദേശം ഈ ഫൈനൽ ഉത്തരത്തിലേക്ക് നമ്മൾ എത്താൻ ഇനിയും കുറച്ചുകൂടി സ്റ്റെപ്പുകളുണ്ട്. ഇനി എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ P ഡോട്ട് E by rho fൽ ഇലക്ട്രിക് ഫീൽഡ് Eക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഇക്വേഷൻ്റെ സഹായം തേടുവാണ്. ഒന്ന്, നിങ്ങൾ ഗോസ് ലോ പഠിച്ചിട്ട് അവിടെ അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് ഒരു സ്പിയർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടിട്ടുണ്ട്. അത് ഇൻസൈഡ് സ്പിയർ, സർഫേസ് ഓഫ് സ്പിയർ, ഔട്ട്സൈഡ് ഓഫ് സ്പിയർ, അങ്ങനെ 3 സ്ഥലത്തിലായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ 1-2 ആപ്ലിക്കേഷൻ നിങ്ങൾ അസൈൻമെൻ്റായിട്ട് വെച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അതിൽ ഒരു സ്പിയറിൻ്റെ യൂണിഫോംലി ചാർജ്ഡ് സ്പിയറിൻ്റെ ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് തന്നിട്ടിരിക്കുന്നത്. എന്താണ്? 1/4πε0 Q by r സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്, അഥവാ ഒരുമിച്ച് എഴുതിയാൽ Q by 4πε0 r സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്, ശരിയല്ലേ? സോ ഇനി ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ സ്പിയർ ഞാനിവിടെ ഒന്ന് വരയ്ക്കാം. വീണ്ടും ബാക്കോട്ട് പോകണ്ടല്ലോ. ഇതാ ക്യാപിറ്റൽ ആർ റേഡിയസിലെ സ്പിയറാണ്. ഇതിൻ്റെ പുറമെയുള്ള ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ. ഈ സ്പിയർ എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ചാർജ്ഡ് സ്പിയറാണ്. ഞാൻ നേരത്തെ വരച്ചിരിക്കുന്ന പോളറൈസ്ഡ് അല്ല, ഞാനിവിടെ ചാർജ്ഡ് സ്പിയറിൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. സോ ക്യാപിറ്റൽ ആർ ആണ്, പക്ഷേ അതേ സ്പിയർ തന്നെയാണ്. ക്യാപിറ്റൽ ആർ ആണ് റേഡിയസ്, റൈറ്റ്. എൻ്റെ ചോദ്യം, ഇവിടെയുള്ള ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഈ സ്പിയർ മൊത്തം, ഈ കംപ്ലീറ്റ് സ്പിയറിലുള്ള ടോട്ടൽ ചാർജ് എഫക്റ്റ് ചെയ്യുമല്ലോ, അല്ലേ?
അപ്പോൾ ഈ ടോട്ടൽ സ്പിയറിലുള്ള ചാർജ് അത് ക്യൂ ആണെങ്കിൽ എന്താ വരിക? അത് കാണാൻ നമുക്കറിയാം. ഇതിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ ഈ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജാണ് റോ എഫ്, അഥവാ ചാർജ് ഡെൻസിറ്റി റോ എഫ് ആണ്. സോ ടോട്ടൽ വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ടാവും അത് നമ്മളെങ്ങനെ കാണും? അപ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ളത് റോ ആണെങ്കിൽ ടോട്ടൽ വോളിയത്തിൽ എത്ര ഉണ്ടാവും? വോളിയം ഇൻറ്റു റോ ചെയ്താൽ പോലെ. സോ ടോട്ടൽ ചാർജ് ക്യൂ എന്ന് പറയുന്നത് ഈ സ്പിയറിൻ്റെ വോളിയം ഇൻറ്റു ചാർജ് ഡെൻസിറ്റി റോ ആണ്. ഇവിടെ ഫ്രീ ചാർജ് ആയതുകൊണ്ട് റോ എഫ് ആണ്. ശരിയല്ലേ? അങ്ങനെയാണ് എനിക്ക് ഗ്രീൻ ബോക്സിലുള്ള ഏത് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഒരു ചാർജ്ഡ് സ്പിയർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, യൂണിഫോംലി ചാർജ്ഡ്, ശ്രദ്ധിക്കണം, പോളറൈസ്ഡ് എന്നല്ല പറഞ്ഞത്, യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അവിടെ ഈ ക്യൂ എന്ന് പറയുന്നത് ആ സ്പിയറിലുള്ള ആകെ ചാർജാണ്. ഓക്കെ, ഇതാണ് ക്യാപിറ്റൽ ആർ റേഡിയസിലുള്ള എൻ്റെ സ്പിയറെങ്കിൽ ഈ സ്പിയറിൽ ഉള്ള ആകെ ചാർജാണെന്ന് ആ സ്മോൾ ലെറ്റർ ക്യൂ. അതങ്ങനെ കിട്ടും. ഈ സ്പിയറിൻ്റെ വോളിയം അതെങ്ങനെയാണ്? 4/3 πr³. ക്യാപിറ്റൽ ആറാണ് റേഡിയസ്, ശ്രദ്ധിക്കണം, കാരണം എൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറാണ്. അപ്പോൾ ഇക്വേഷനിൽ ക്യാപിറ്റൽ ആർ വരണം, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ വോളിയം ഇൻറ്റു 4/3 πr³ ഇൻറ്റു ചാർജ് ഡെൻസിറ്റി റോ എഫ് ചെയ്താൽ മൊത്തം ഈ സ്പിയറിലുള്ള ചാർജ് കിട്ടും. ഓക്കെ, ആ ചാർജ് കിട്ടിയാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ക്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയല്ലേ? റൈറ്റ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഇതാ ഈ ക്യൂ എടുത്തിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡിലെ ക്യൂവിന് പകരം കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ ആ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നേരെ നമ്മുടെ ഇക്വേഷൻ 3ലേക്ക് കൊടുക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഈ ക്യൂവിനുള്ള ഇക്വേഷൻ എടുത്തിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കിട്ടും. ആ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ 3, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ, ഇതാണ് നമ്മൾ ഇത്രയേറെ പറഞ്ഞുകൊണ്ടിരുന്ന ഇക്വേഷൻ, അതിലേക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചില ടേംസ് ഒക്കെ ക്യാൻസലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഞാനിവിടെ ബ്ലൂ സർക്കിളിൽ ഇട്ടിരിക്കുന്നത്. വി ഔട്ട് ഈക്വൽ ടു പി ഡോട്ട് ആർ ക്യാപ് ഇൻറ്റു ക്യാപിറ്റൽ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3ε0 ആർ സ്ക്വയർ. ഓക്കെ, അത് ഒന്ന് റീറൈറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? പി ഡോട്ട് ആർ ക്യാപ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് പി ഇൻറ്റു മോഡുലസ് ഓഫ് ആർ ക്യാപ് ഇൻറ്റു കോസ് തീറ്റ അല്ലേ? മോഡുലസ് ഓഫ് പി ഇതാ, അത് ഞാൻ മേലെ വെക്ടറാണ്, താഴെ സ്കേലറാണ്. ഓക്കെ, ആ വ്യത്യാസം ശ്രദ്ധിക്കണം. അപ്പോൾ പി ഇൻറ്റു ആർ ക്യാപ്പിൻ്റെ ലെങ്ത് എത്രയാണ്? 1 ആണ്, യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് ആർ ക്യാപ്പ് 1 ആണ് ഇൻറ്റു കോസ് തീറ്റ, ബാക്കി ആര്? ആർ ക്യൂബ്. സോ ഈ ഒരു ടേമിനെ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും, കുഴപ്പമില്ലല്ലോ. സോ പി ഡോട്ട് ആർ ക്യാപ്പ് ആർ ക്യൂബ് എന്നുള്ളത് പി ആർ ക്യൂബ് കോസ് തീറ്റ എന്ന് എഴുതി, അതിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഡിനോമിനേറ്റർ 3ε0 ആർ സ്ക്വയർ ആണ്, അതിലൊരു മാറ്റമില്ല, നമുക്ക് അങ്ങനെ തന്നെ വെച്ചാൽ മതിയാവും. സോ ഇപ്പം എനിക്ക് ഒരു യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയർ കാരണം ഒരു ആർ ഡിസ്റ്റൻസ് അകലെ, ആ സ്പിയറിൻ്റെ പുറമെ, എക്സ്റ്റേണലാണ് പറഞ്ഞത്, പുറമെ ആർ ഡിസ്റ്റൻസ്, സ്മോൾ ലെറ്റർ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമുക്കൊരു മാർഗമുണ്ട്. എന്താ? ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു -del V. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്നും മറന്നു പോകരുത്, ഓർമ്മ വിചാരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു
മൈനസ് ഡെൽ വി. റൈറ്റ്, ഇവിടെ നമ്മൾ വിക്കും ഡെല്ലിനും കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. സോ ഈ ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്നുള്ള ഇക്വേഷൻ ഞാൻ ഉപയോഗിക്കാൻ പോവാണ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട് സൈഡാണ് കാണുന്നത്, അപ്പോൾ വി ഔട്ട് ആയിരിക്കണം. സോ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട് സൈഡ് ദ സ്പിയർ ഈക്വൽ ടു മൈനസ് ഡെൽ വി ഔട്ട്. കുഴപ്പമില്ലല്ലോ. റൈറ്റ്, നോ അത് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം നമുക്കറിയണം. നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്? ഇതാ വി ഔട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറം പി ആർ ക്യൂബ് കോസ് തീറ്റ ബൈ 3 ആർ സ്ക്വയർ എന്ന് നമ്മൾ നേരത്തെ വി ഔട്ട് കണ്ടുവച്ചു. അതാണ് ഇത്ര നേരവും ചെയ്തത്. ഈ വി ഔട്ട് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് നമ്മൾ ഇത്ര നേരവും ചെയ്തത്. ഇനി നമുക്ക് ഈ വി ഔട്ടിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽ എന്താണെന്നറിയണം. ഇവിടെ വി ഔട്ടിൽ നിങ്ങൾക്ക് ഈ ആറും തീറ്റയും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ വി ഔട്ട് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലാണ് ഉള്ളത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഡെൽ എടുക്കുമ്പോൾ സാധാരണ ഡെൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ് എന്ന് പറയാം. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലുള്ള ഡെല്ലിൻ്റെ ഫോമാണ്. നമുക്കിവിടെ എൻ്റെ വി ഔട്ട് ഉള്ളത് ആറിലും തീറ്റയിലുമാണ്. അപ്പോൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഡെല്ലിൻ്റെ ഫോം വേണം. അത് ഞാൻ നിങ്ങൾക്ക് കാണാം ഗ്രീൻ ബോക്സിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെല്ല് കിട്ടി, വി ഔട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡ് കാണാം. സോ ഇ ഔട്ട് ഈക്വൽ ടു അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ഇ ഔട്ട് ഈക്വൽ ടു പി ആർ ക്യൂബ് ബൈ 3 ആർ ക്യൂബ് ഇൻറ്റു ആർ കോസ് തീറ്റ ആർ ക്യാപ് പ്ലസ് സൈൻ തീറ്റ തീറ്റ ക്യാപ്. ഇക്വേഷൻ നമ്പർ 5. സോ ദിസ് ഈസ് ദി ഫൈനൽ answer that we need. Electric field due to a uniformly polarized, ശ്രദ്ധിക്കുക ചാർജ്ഡ് അല്ല, യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയർ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ആർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ. ഓക്കെ, നൗ അപ്പോൾ നമ്മൾ യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയർ കാരണം അതിന് പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. നമ്മുടെ ഉദ്ദേശം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്പിയർ ആണ്. അപ്പോൾ യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയറിൻ്റെ ഇൻസൈഡുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ആർ ലെസ് ദാൻ എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, അത് ഞാൻ എൻ്റെ ചിത്രം വരച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്പിയർ, ശരിയല്ലേ? റേഡിയസ് എത്രയാണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ്. അത് നേരത്തെ അങ്ങനെ തന്നെയാണ്, മാറ്റിക്കുന്നില്ല, സെയിം സ്പിയർ ആണ്. പക്ഷേ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത് നേരത്തെ ഞാൻ ഔട്ട് സൈഡാണ് കാണുന്നത്, ഇവിടെയാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കാണുന്നത് ഇൻസൈഡ് ഇവിടെയാണ്. ഓക്കെ, സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, നേരത്തെ ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓഫ് റേഡിയസ് ആയിരുന്നു, റേഡിയസ് ക്യാപിറ്റൽ ആണ്. ഇവിടെ നമുക്ക് ആർ എന്നുള്ളത് റേഡിയസിനേക്കാൾ കുറവാണ്, സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. പ്രത്യേകം ഓർമ്മിക്കണം. നൗ നേരത്തെ ഇക്വേഷൻ ഏത്? പൊട്ടൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ സ്റ്റാർട്ട് ചെയ്തതും. അത് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വി ഈക്വൽ ടു പി ഡോട്ട് 1/4πε0 വോളിയം ഇൻ്റഗ്രൽ ആർ ക്യൂബ് ബൈ ആർ സ്ക്വയർ ഡി ടു. ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ വി ഔട്ട് എഴുതിയെടുക്കുക, ഇപ്പോൾ ഞാൻ എന്താണ് വി ഇൻ എന്നാണ് ചെയ്യുന്നത്. എനിക്ക് ഇൻസൈഡിൽ ഉള്ള പൊട്ടൻഷ്യലുള്ള ആവശ്യം. സോ അതിൽ നേരത്തെ അതേ ടെക്നിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബ്രാക്കറ്റിലുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇ ബൈ റോ എഫ് എന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കുഴപ്പമില്ലല്ലോ. ഇനി ഇപ്പോൾ ഇടത് ഭാഗത്ത് കാണുന്ന ഇക്വേഷൻസ് എന്താണ്? നേരത്തെ അതേ ഇക്വേഷൻ തന്നെ, തൊട്ട് മുമ്പത്തെ ഔട്ട് സൈഡ് കണ്ടപ്പോഴുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കാണാൻ പറ്റും, നേരത്തെ ഇലക്ട്രിക് ഫീൽഡിന് Q/4πε0 എന്ന് എഴുതിയതിന് പകരം ഇവിടെ Q'/4πε0 ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് എന്നാണ്. എന്തുകൊണ്ടാണ് Q' ആയത്? അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ സ്പിയർ ഒന്ന് വരയ്ക്കാം. ഇവിടെ ഇതാ ക്യാപിറ്റൽ ലെറ്റർ ആർ, ശരിയല്ലേ? നേരത്തെ ഇവിടെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതിയത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ സ്പിയറിൻ്റെ മൊത്തം ചാർജ് നമ്മൾ എടുക്കണം, ശരിയല്ലേ? അതുകൊണ്ടാണ് മൊത്തം ചാർജ് Q എന്നെടുത്തത്. പക്ഷേ ഇപ്പം ഞാൻ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത് ഇതിൻ്റെ ഇൻസൈഡാണ്, ശരിയല്ലേ?
അപ്പോൾ ഇൻസൈഡ് ആകുമ്പോൾ ഈ ഒരു സ്പിയറിലുള്ള ചാർജ് മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. ഓക്കെ, ഗോസ് ലെവൽ ചാർജ് എൻക്ലോസ് ദി ഗോസിയൻ സർഫേസ് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? സോ ഇതിനകത്തുള്ള ചാർജ് മാത്രമേ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ ആ ചാർജ് എന്തായാലും ക്യൂ ആണോ? അല്ല. അപ്പോൾ ഞാൻ അതിനെ വിളിച്ചതാണ് ക്യൂ ഡാഷ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി വിചാരിക്കണം. നേരത്തെ എക്സ്റ്റേണൽ ആയിരുന്നു, അപ്പോൾ സ്പിയറിലുള്ള മൊത്തം ചാർജ് വേണം, അതാണ് ക്യൂ. ഇപ്പോൾ ഇൻസൈഡ് ആയതുകൊണ്ട് അതിനുള്ളിലുള്ള ആ ചെറിയ സ്പിയറിലുള്ള, ഇവിടെ ഞാൻ ഡോട്ട് ലൈൻ വെച്ച് വരച്ചിട്ടുള്ള ആ ചെറിയ സ്പിയറിനകത്തുള്ള ചാർജേ വേണ്ടു, അത് ക്യൂ ഡാഷാണ്. ശരിയല്ലേ? ആ ക്യൂ ഡാഷ് എങ്ങനെ കിട്ടും? ക്യൂ ഡാഷ് കിട്ടണമെങ്കിൽ ഈ ചെറിയ സ്പിയറിനകത്തുള്ള ചെറിയ സ്പിയറിൻ്റെ വോളിയം അതെന്തായിരിക്കും? 4/3 റേഡിയസ്. ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 6 ആണ്. സോ 4/3 πr³ ρf ചെയ്താൽ ഈ ചെറിയ സ്പിയറിനകത്തുള്ള എന്ത് കിട്ടും? നമുക്ക് ചാർജ് കിട്ടും. ഓക്കെ, ഈ ചെറിയ സ്പിയറിനകത്തുള്ള ചാർജ് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും വിചാരിക്കുവാണ്. ക്യൂ ഡാഷിന് എന്ത് ചെയ്യണം? ഈ ക്യൂ ഡാഷിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുന്നു. അതിനുശേഷം ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് നമ്മുടെ വി ഇന്നിനുള്ള ഇക്വേഷനിൽ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. വി ഇൻ ഈക്വൽ ടു PR cos θ ഡിവൈഡഡ് ബൈ 3ε0. റൈറ്റ്. ആ ഇക്വേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണാം, അതങ്ങനെ നിർത്തിയില്ല. നേരെ സമയം ഇട്ടിട്ട് PZ/3ε0 എഴുതിയിട്ടുണ്ട്. കാരണം സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ നമ്മൾ Z എന്ന് പറയുന്ന കോർഡിനേറ്റ്, അതായത് നമ്മളെ കാർട്ടീഷ്യനിൽ സെഡിനെ അല്ലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിനെയും സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. Z എന്തായിരുന്നു? R cos θ ആയിരുന്നു. ഓക്കെ, അപ്പോൾ X = Y = Z നമ്മൾ എഴുതി വെച്ച് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതേ ആ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് Z = R cos θ. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റാണ്, ഇത് നമ്മുടെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റാണ്. ഓക്കെ, അപ്പോൾ R cos θക്ക് പകരം എനിക്ക് എൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ Z എന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൈറ്റ്. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ R cos θ മാറി എന്താവും? Z ആയിട്ട് മാറും. സോ എൻ്റെ ഇക്വേഷൻ വി ഇൻ ഈക്വൽ ടു PR cos θ/3ε0 എന്നാണ്. R cos θ എന്താണ്? അത് Z ആണ്. സോ PZ/3ε0. ഞാൻ അങ്ങനെ ചെയ്യാൻ ഒരു കാരണമുണ്ട്. കാരണം നമ്മൾ അടുത്ത ഉദ്ദേശം എന്താ? ഇലക്ട്രിക് ഫീൽഡ് കാണാനല്ലേ. ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു -del V ഉപയോഗിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ആണെങ്കിൽ ഇത് എന്തായിരിക്കണം? ഇൻസൈഡ് ആയിരിക്കണം. ഓക്കെ, വി ഇൻ. ഈ വി ഇന്നിനെ നമ്മൾ ഈ ആറിനത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ R cos θക്ക് Z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെല്ലിനെ എന്തെടുത്താൽ മതി? കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ ഡെല്ലിൻ്റെ ഫോം ∂x i cap + ∂y j cap + ∂z k cap എടുത്താൽ മതിയാകും. ഓക്കെ, ഇനിയല്ല ഞാൻ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ ഡെല്ലെടുക്കുമ്പോൾ ഡെല്ലിൻ്റെ ഫോം ഏതായിരിക്കണം? നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ട് ചെയ്ത പോലെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലെ ഡെല്ലിൻ്റെ ഫോം ആയിരിക്കണം. അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ആറാമത്തെ ഇക്വേഷനെ മാറ്റിയിട്ട് PZ/3ε0 എന്നാക്കി വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? സോ ഇനി ഈ വി എന്നുള്ള ഇക്വേഷൻ ഇവിടത്തേക്ക് കൊടുക്കണം. ഫൈൻ, അത് കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ ഡെല്ലുള്ള ഇക്വേഷൻ കൂടെ നമ്മൾ കൊടുക്കണം. എന്നാൽ ഡെല്ല് ∂x i cap + ∂y j cap + ∂z k cap. ഓക്കെ, സോ വി ഈസ് റെഡി, ഡെൽ ഈസ് റെഡി. അങ്ങനെ വിയും ഡെല്ലും കിട്ടിയാൽ -del V കണ്ട് ഇലക്ട്രിക് ഫീൽഡ് കാണും. ശരിയല്ലേ? ആലോചിക്കേണ്ടത്, ഞാൻ ഫസ്റ്റ് പാർട്ടിൽ എടുത്തിരിക്കുന്ന ഡെൽ സ്പെറിക്കലിലാണ്, പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്ന ഡെല്ല് നമ്മുടെ യൂഷ്വൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്. എന്തുകൊണ്ട് ഇവിടെ ഞാൻ യൂഷ്വൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എടുത്തു? കാരണം എൻ്റെ
ഇതാ പൊട്ടൻഷ്യലുള്ള ഇക്വേഷനെ ഞാൻ പോളാർ ഇക്വേഷൻ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ നിന്നും എങ്ങോട്ട് മാറ്റി, കാർട്ടീഷ്യൻ കോർഡിനേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് മാറ്റിയത്? ആർ കോസ് തീറ്റയ്ക്ക് വരെ എന്ത് കൊടുത്താൽ മതി? സെഡ് കൊടുത്താൽ മതി. അപ്പോൾ പി സെഡ് ബൈ 3ε0. സോ ഹിയർ വി ഇൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഇപ്പോഴുള്ളത് പി സെഡ് ബൈ 3ε0 എന്നാണ്. അത് ഏത് കോർഡിനേറ്റാണ്? കാർട്ടീഷ്യൻ കോർഡിനേറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഡെൽ ഏതെടുത്താൽ മതി? കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ ഡെൽ എടുത്താൽ മതിയാവും. ഓക്കെ, സോ അങ്ങനെ -del v കണ്ടാൽ ഡെൽ ഈസ് ഹിയർ, വി ഈസ് ഹിയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് E = മൈനസ് പോളറൈസേഷൻ പി ആണ്, പി ഡിവൈഡ് ബൈ 3ε0 k ക്യാപ്. ഓക്കെ, സോ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡും നമ്മൾ കണ്ടു. കുട്ടികളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുവാണ്, ഇക്വേഷൻസൊക്കെ ആദ്യം പഠിച്ച ചാപ്റ്റർ ഇക്വേഷനൊക്കെ നമുക്ക് രണ്ടാമത്തിൽ കുറേ ഇക്വേഷൻ രണ്ടാമത്തെ ചാപ്റ്ററിൽ ആവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന പോലെ ഇക്വേഷനെ കുറച്ച് ഞാൻ റീകോൾ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് പഠനം എളുപ്പമാവണമെങ്കിൽ ആ ഭാഗങ്ങൾ ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഒരു സ്പിയർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ എഴുതിയാൽ പുതിയ ഇക്വേഷനായിട്ട് തോന്നുക, എന്തൊരു ടഫായിട്ട് തോന്നും നിങ്ങൾക്ക്, പുതിയ ഇക്വേഷൻസ് ആയിട്ട് തോന്നും. അപ്പോൾ പകരം നിങ്ങൾ മുമ്പത്തത് പഠിച്ചു വെക്കുക. എല്ലാ ഇക്വേഷനും ബൈഹാർട്ട് പഠിക്കണ്ടല്ലോ, നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് ആ ഇക്വേഷനൊക്കെ അവിടെ ഉണ്ടാവും, അതൊന്നും പോകുന്നില്ല. സോ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഇന്നാകെ ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയർ ആൻഡ് സ്പിയർ, അത് ഔട്ട് സൈഡും കണ്ടു ഇൻസൈഡും കണ്ടു. ഓക്കെ, ഔട്ട് സൈഡ് കാണുമ്പോൾ നമ്മൾ -del v ചെയ്യുമ്പോൾ ഡെല്ല് സ്പെറിക്കൽ പോളാറിലാണ് എടുത്തത്, കാരണം വി ആറിലും തീറ്റയിലും ആയിരുന്നു. അതേസമയം ഇൻസൈഡ് കാണുമ്പോൾ ഡെൽ എടുത്തിരിക്കുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണ്, കാരണം നമ്മുടെ വി എന്ന് പറയുന്നത് ഞാൻ പോളാർ ഇക്വേഷനിൽ നിന്നും കാർട്ടീഷ്യനിലേക്ക് മാറ്റി പി സെഡ് ബൈ 3ε0 ആക്കിയിട്ടുണ്ട്. ശരിയല്ലേ? സോ ഇത്രയാണ് ഈ ലെക്ചർ. താങ്ക് യു.